ചില കേസുകളിൽ കുറ്റവാളികൾ പിടിക്കപ്പെടാതിരിക്കാൻ ഒരു തന്ത്രം പ്രയോഗിക്കും. അവർ അന്വേഷണത്തിന്റെ പരിധിയിൽ നിന്ന് അധികം ദൂരെ പോകില്ല. പരമാവധി അവർ അന്വേഷണത്തോടൊപ്പം ഒട്ടിനിൽക്കും. അന്വേഷകരുടെ കണ്ണുകളെ അവർ കബളിപ്പിക്കും. പോലീസിനെ കബളിപ്പിക്കുന്നതിൽ ഏറെക്കുറെ വിജയിച്ചതാണ് ഈ കുറ്റവാളി. നടുക്കുന്ന ഒരു കൊലപാതകം, അതും കയ്യെത്തും ദൂരത്തെ അയൽക്കാരെയും സ്വന്തം വീട്ടുകാരെയും കബളിപ്പിച്ച്. ഒരു കൺകെട്ട് വിദ്യക്കാരനെ പോലെ സാധിച്ച ഒരു കൊലപാതകം. പക്ഷേ അയാൾക്കുള്ള ശിക്ഷ ഉറപ്പാക്കാൻ ആ അദൃശ്യമായ സാക്ഷി ഒരാളെ ആ വീട്ടിൽ തന്നെ നിയോഗിച്ചു. കുറ്റവും അന്വേഷണവും ഉദ്വേഗജനകമായ ഒരു സംഭവം. ജില്ല തിരുവനന്തപുരമാണ്. ജില്ലയിലെ തെക്കേയറ്റം തമിഴ്നാട് സ്വാധീനമുള്ള വെള്ളറട ഭാഗത്താണ് ഈ സംഭവം. 48 വയസ്സുള്ള പ്രിയംവദയെ കാണാതാകുന്നു. അതും വീടിന് ഒരു 200 മീറ്റർ മാറിയുള്ള ഒരു സ്ഥലത്ത് നിന്ന്. പുറത്തുനിന്ന് ആരും അവിടേക്ക് വന്നിട്ടില്ല. പ്രിയംവദ ഇങ്ങോട്ടും പോയുമില്ല. പക്ഷേ പ്രിയംവദ എവിടെ? ഉത്തരം ഞെട്ടിക്കുന്നതായിരുന്നു. ജൂൺ 13 വെള്ളറട പോലീസ് സ്റ്റേഷൻ. ഒരു സാധാരണ ദിവസം. ഒരു പരാതി രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നു. ഒരു മാൻ മിസ്സിംഗ് കേസ്. വെള്ളറടയിലും പരിസരങ്ങളിലും ഒരു കാലഘട്ടത്തിൽ ഈ മാൻ മിസ്സിംഗ് പതിവായിരുന്നു. പ്രത്യേകിച്ചും സ്ത്രീകൾ, വീട്ടമ്മമാരും പെൺകുട്ടികളുമൊക്കെ അപ്രത്യക്ഷമാകുന്ന നിരവധി പരാതികളുണ്ടായിരുന്നു തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്തിന്റെ തെക്കൻ മേഖലകളിൽ. പക്ഷേ അടുത്ത കാലത്തായി അതൊക്കെ മാറി ശാന്തമായ ദിനങ്ങളായിരുന്നു. പക്ഷേ ഇതാ ആ ചരിത്രം പോലെ ഒന്ന്. കാണാതായിരിക്കുന്നത് ഒരു സ്ത്രീയാണ്. ജൂൺ 13 രാവിലെ 10 മണി, വെള്ളറട പോലീസ് സ്റ്റേഷൻ. ചിഞ്ചു എന്ന യുവതിയാണ് പരാതിക്കാരി. രാവിലെ ചിഞ്ചു സ്റ്റേഷനിലേക്ക് പരാതി നൽകാനെത്തിയത് നാട്ടുകാരായ 1-2 പേരെയും കൂട്ടിയാണ്. SI അനിലായിരുന്നു ഡ്യൂട്ടിയിലുണ്ടായിരുന്നത്. അനിൽ ചിഞ്ചുവിന്റെ പരാതി കേട്ടു. സർ, അടുത്താണ് എൻ്റെ അമ്മ താമസിക്കുന്നത്. അമ്മയെ കാണാനില്ല. SI മുന്നോട്ടാഞ്ഞിരുന്നു. വിശദ വിവരങ്ങൾ തേടി. അമ്മയെ കാണാനില്ല. വീടിന് അല്പം മാറിയുള്ള ഒരു കശുവണ്ടി ഫാക്ടറിയിലാണ് അവർ ജോലി ചെയ്യുന്നത്. പേര് പ്രിയംവദ. എന്നും പോകുന്നത് പോലെ പണിക്ക് പോയ പ്രിയംവദ 11-ാം തീയതി വൈകിട്ട് ഫാക്ടറിയിൽ നിന്നിറങ്ങിയതാണ്. പക്ഷേ വീട്ടിലേക്ക് എത്തിയില്ല. പ്രിയംവദ 48 വയസ്സ്. പഞ്ചാങ്കുഴിക്ക് സമീപം മാവുവിള പുത്തൻ വീട്, പനച്ചമൂട്, കുന്നത്തുകാൽ, വെള്ളറട, തിരുവനന്തപുരം. തന്റെ അമ്മയെ കാണാനില്ല എന്ന് കരുതുന്നത് ജൂൺ 11 മുതലാണ്. ചിഞ്ചു അറിയാവുന്ന വിവരങ്ങൾ പോലീസിന് കൈമാറി. ഫാക്ടറിയിൽ ചിഞ്ചു അമ്മയെ അന്വേഷിച്ച് ചെന്നിരുന്നു. 11-ാം തീയതി വൈകുന്നേരം 7 മണിക്ക് പ്രിയംവദ പണി കഴിഞ്ഞ് ഫാക്ടറിയിൽ നിന്നിറങ്ങി. അമ്മയും ഒന്നിച്ചല്ല ചിഞ്ചു എന്ന മകൾ താമസിക്കുന്നത്. വിവാഹിതയാണ് ചിഞ്ചു. ഭർത്താവിനൊപ്പമാണ് താമസം. ചിഞ്ചുവിന് ഒരു സഹോദരി കൂടിയുണ്ട്. അതായത് പ്രിയംവദയ്ക്ക് 2 മക്കൾ. ഒരു മകൾ ഗൾഫിലാണ്. അതായത് പ്രിയംവദ ഒറ്റയ്ക്കാണ് താമസം. SI അനിൽ വീണ്ടും ചിഞ്ചുവിനോട് ഒരു ക്ലാരിറ്റി കൂടി ആവശ്യപ്പെട്ടു. അമ്മയെ മകൾ ഫോൺ ചെയ്തു നോക്കിയതിന്റെ ടൈം ലൈൻ അറിയണം. SIയുടെ ആ ആവശ്യത്തിനൊരു കാരണമുണ്ട്. അമ്മയെ കാണാനില്ല എന്ന് ഊഹിക്കുന്നത് 11-ാം തീയതി. മകൾ പരാതി നൽകാനെത്തിയത് 13-നും. എന്തുകൊണ്ട്? ചിഞ്ചു വിശദീകരിച്ചു. എല്ലാ ദിവസവും രാത്രി അമ്മയെ വിളിക്കുന്ന പതിവുണ്ട് മകൾക്ക്. അന്ന്, അതായത്
11-ാം തീയതി രാത്രി 9 മണി കഴിഞ്ഞപ്പോൾ അമ്മയെ വിളിച്ചു നോക്കി. പ്രിയംവദ പക്ഷേ ഫോൺ എടുത്തില്ല. ജോലിയുടെ ക്ഷീണം കൊണ്ട് ചിലപ്പോൾ നേരത്തെ ഉറങ്ങാറുണ്ട്. അതിനാൽ ഉറങ്ങിക്കാണുമെന്ന് കരുതി അന്ന് പിന്നെ മകൾ വിളിച്ചതേയില്ല. പക്ഷേ അടുത്ത ദിവസം രാവിലെ വീണ്ടും ചിഞ്ചു അമ്മയെ വിളിച്ചു. അതായത് 2025 ജൂൺ 12 രാവിലെ. പക്ഷേ ചിഞ്ചുവിന്റെ വിളി അമ്മ പ്രിയംവദ അറ്റൻഡ് ചെയ്തില്ല. 2025 ജൂൺ 12 രാവിലെ 10 മണി. പ്രിയംവദ ഫോൺ എടുക്കാതായപ്പോൾ ഒരു പ്രശ്നമുണ്ടെന്ന് ഒരു തോന്നൽ. ചിഞ്ചു നേരെ അമ്മയുടെ വീട്ടിലെത്തി. അവിടെ ആ വീട്ടിൽ പ്രിയംവദയില്ല. പണിക്ക് പോയി കാണും. കശുവണ്ടി ഫാക്ടറിയിൽ കൂടി നോക്കാം. ചിഞ്ചു നേരെ ഫാക്ടറിയിൽ പോയി. അവിടെയും ആളില്ല. (2025) ജൂൺ 11 വൈകുന്നേരം കശുവണ്ടി ഫാക്ടറിയിൽ നിന്നും പ്രിയംവദ ജോലി കഴിഞ്ഞിറങ്ങിയത് അവിടുത്തെ മേൽനോട്ടക്കാരനറിയാം. അതിനുശേഷം ആരും അവരെ കണ്ടിട്ടില്ല. ബന്ധുക്കൾ, അടുത്ത സുഹൃത്തുക്കൾ, പരിചയക്കാർ, പോകാനിടയുള്ള സ്ഥലങ്ങളിലൊക്കെ മകൾ അന്വേഷിച്ചു. ഇനി പരാതി നൽകണം. നാട്ടുകാർ കൂടി അഭിപ്രായപ്പെട്ടതോടെ മകളും ചില നാട്ടുകാരും കൂടി സ്റ്റേഷനിലേക്ക് എത്തിയതാണ്. പരാതി സ്വീകരിച്ച് രജിസ്റ്ററിലാക്കുന്ന നടപടികൾ പുരോഗമിക്കവേ തന്നെ ചെറിയൊരു പോലീസ് ടീം ആ പ്രദേശത്തേക്ക് നീങ്ങി. 2025 ജൂൺ 13 രാവിലെ 11:30 പോലീസുകാർ പ്രിയംവദയുടെ വീടും പരിസരവും പരിശോധിച്ചു. വളരെ അടുത്തടുത്തുള്ള കുറെ വീടുകളാണ് അവിടെയുള്ളത്. അതായത് അയൽക്കാർ അറിയാതെ ഒരു വീട്ടിലും അരുതാത്തതായി ഒന്നും നടക്കില്ല എന്ന് സാരം. പോലീസ് ആ വീടുകളിലെല്ലാം കയറിയിറങ്ങി. അവർക്കൊന്നും കാര്യമായി ഒന്നും അറിയില്ല. രാവിലെ കശുവണ്ടി ഓഫീസിൽ പോയപ്പോൾ കണ്ടതാണ്, പിന്നെ കണ്ടിട്ടില്ല. ഏതാണ്ട് എല്ലാവരുടെയും മറുപടി ഇതുപോലെയായിരുന്നു. ചിലർ ആ ദിവസം പ്രിയംവദയെ കണ്ടിട്ടേയില്ല. എന്നാൽ അവരിൽ ഒരാൾ പ്രിയംവദ തിരികെ വരുന്നത് ഓർക്കുന്നതായി പോലീസുകാരെ അറിയിച്ചു. അന്ന് വൈകുന്നേരം ഫാക്ടറിയിൽ നിന്നിറങ്ങിയ പ്രിയംവദ വീട്ടിലേക്ക് നടക്കുന്നതായി കണ്ടിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ, വിലപ്പെട്ട സാക്ഷ്യം. അടുത്തുള്ള കവലയിലെ സ്ഥിരക്കാരിൽ ഒരാളാണ്. പ്രിയംവദയെ അറിയാം. സ്ഥലം തിരുവനന്തപുരമാണ്. നാട്ടിൻപുറമാണ് വെള്ളറട. ഒരു നാട്ടിലെ മനുഷ്യരുടെ വരവ് പോക്കുകളൊക്കെ കൃത്യമായി ഓർക്കുന്ന കുറെ പേരെങ്കിലും ഉണ്ടാകുമല്ലോ. അതിൽ ഒരാളാണ്. അയാൾ പറയുന്നു, പ്രിയംവദ ജോലി കഴിഞ്ഞു വീട്ടിനടുത്തേക്ക് ആ വഴി നടന്നുപോയി. പോലീസുകാർ ഈ നിർണായക വിവരം മേലുദ്യോഗസ്ഥനെ അറിയിച്ചു. പ്രിയംവദയുടെ വീട്ടിലേക്ക് പിന്നെ 1/4 കിലോമീറ്റർ പോലുമില്ല. അതായിരുന്നു ആ സ്ഥലം. അവിടെ നിന്ന് എങ്ങോട്ടും തിരിയാനുള്ള വഴികളില്ല. ആ സ്ഥലത്തിനും പ്രിയംവദയുടെ വീടിനുമിടയിൽ എന്തോ സംഭവിച്ചു. ഏതെങ്കിലും വാഹനങ്ങൾ വന്നിരുന്നോ? അപരിചിതരായ ആരുടെയെങ്കിലും ഒപ്പം പ്രിയംവദ പോയതാണോ? പക്ഷെ നാട്ടുകാർ അങ്ങനെ ഒരാളെപ്പോലും കണ്ടിട്ടില്ല. ഇത്രയും വീടുകൾ അടുത്തടുത്തുള്ള മേഖലയാണ്. അവിടെ നിന്ന് എങ്ങനെയാണ് ഒരാൾ അപ്രത്യക്ഷമാകുന്നത്? പോലീസ് ഒരിക്കൽ കൂടി ആ ഭാഗത്തെ വീടുകളിലൊക്കെ കയറിയിറങ്ങി. പക്ഷേ കാര്യമായ വിവരമൊന്നും കിട്ടിയില്ല. അന്വേഷണം വഴിമുട്ടിയ മണിക്കൂറുകൾ, ദിവസങ്ങൾ. പ്രത്യേകിച്ച് ലീഡുകളൊന്നും ആർക്കും കിട്ടുന്നില്ല. പരിസരമാകെ അരിച്ചുപെറുക്കി. ആ ഭാഗത്തെ വീടുകളിലുള്ള ആണും പെണ്ണും ഈ അന്വേഷണത്തിൽ, തെരച്ചിലിൽ പോലീസിനൊപ്പമുണ്ട്. എന്നിട്ടും ആ ചോദ്യം മുഴങ്ങിക്കേൾക്കുന്നു: പ്രിയംവദ എവിടെയാണ്? 2025 ജൂൺ 15 ഞായറാഴ്ച. മാവുവിള ചർച്ച്. പള്ളി ദിവസമാണ്. പക്ഷേ അന്ന് രാവിലെ തന്നെ കാണാൻ വന്ന സരസ്വതി എന്ന സ്ത്രീക്ക് എന്തോ ഗൗരവമായി പറയാനുണ്ട്. പോലീസിനോട് നേരിട്ട് പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ അച്ഛനെ അറിയിക്കുന്ന രീതിയുണ്ട് ഇവിടെ. അങ്ങനെ എന്തോ ആണ്. അച്ഛൻ കേൾക്കാനിരുന്നു. സരസ്വതി തന്റെ മകളുടെ മകളുമായാണ് വരുന്നത്. ചെറുമകൾ
സരസ്വതിയുടെ മകൾ ഗൾഫിലാണ്. സരസ്വതി ഭയത്തോടെ ആശങ്കയോടെ കാര്യം പറയാൻ തുടങ്ങി. സരസ്വതിയുടെ മകളുടെ ഭർത്താവ് വിനോദ് നാട്ടിൽ തന്നെയാണ്. ആൾ അത്ര വെടിപ്പല്ല. ചില്ലറ മോഷണവും അടിപിടിയുമൊക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസം വീട്ടിലെ ഒരു മുറിയിൽ നിന്ന് അസഹനീയമായൊരു ദുർഗന്ധം. കുറെ തിരഞ്ഞപ്പോഴാണ് വിനോദിന്റെ വീട്ടിലെ ആ മുറിയിൽ നിന്നാണ് ആ ദുർഗന്ധം വരുന്നത് എന്ന് മനസ്സിലായി. അതെന്താണ് എന്നറിയാൻ സരസ്വതി തന്റെ കൊച്ചുമകളുടെ സഹായം തേടി. ആ വീട്ടിലെത്തി കട്ടിലിനടിയിലേക്ക് അവൾ എത്തി നോക്കി. പെട്ടെന്ന് ആ കുഞ്ഞ് ഞെട്ടിപ്പോയി. സരസ്വതി അത് പറയുമ്പോൾ കിതയ്ക്കുന്നുണ്ടായിരുന്നു. കട്ടിലിനു താഴെ ഒരു വലിയ ഭാണ്ഡം, അസാധാരണ വലിപ്പം. ആ കെട്ട് 2 ദിവസമായി അവിടെ ഉണ്ടെന്നാണ് കുഞ്ഞുങ്ങൾ പറയുന്നത്. വിനോദ് എന്തോ മോഷണം നടത്തി അവിടെ വച്ചിരിക്കുകയാണെന്ന് അവർ ഊഹിച്ചു. പക്ഷേ സരസ്വതിയുടെ കൊച്ചുമകൾ അപ്പോൾ കണ്ട ആ കാഴ്ച കണ്ട് പേടിച്ച് നടുങ്ങി. ആ പായുടെ കെട്ടിൽ നിന്ന് ഒരു കൈ പുറത്തേക്ക് നീണ്ടുകിടക്കുന്നു. അതൊരു സ്ത്രീയുടെ കൈയാണെന്ന് തോന്നുന്നു. കണ്ടിട്ട് പേടിയായി. അതാണ് രാവിലെ തന്നെ അച്ഛനെ അന്വേഷിച്ചു വന്നത്. സരസ്വതി പറയുന്നത് സ്വന്തം മരുമകനെ കുറിച്ചാണ്. കൂടെ വന്ന ചെറുമകൾ ആ വിനോദിന്റെയും തന്റെ മകളുടെയും മകളാണ്. ആ കുഞ്ഞിനെ ആ പുരോഹിതൻ അടുത്തേക്ക് വിളിച്ചു. മോൾ എന്താണ് കണ്ടത്? അച്ഛനോട് പറഞ്ഞേ. ഒട്ടും വൈകാതെ തന്നെ ആ കുട്ടി കണ്ട കാര്യങ്ങൾ പറഞ്ഞു. അതുകൂടി കേട്ട അച്ഛൻ ഒരു തീരുമാനമെടുത്തു. സംഗതി പോലീസിനെ അറിയിക്കണം. സംഭവം കണ്ട് നടുങ്ങി വീടിന് പുറത്തേക്കിറങ്ങിയ സരസ്വതി സ്വന്തം വീട്ടിലേക്ക് കൊച്ചുമകളെയും കൊണ്ടുപോയി. സരസ്വതി തൊട്ടടുത്തായി മകൾക്ക് നൽകിയ വീടും സ്ഥലവുമുണ്ട്. അവിടെയാണ് വിനോദ്. മകൾ ഗൾഫിലായതിനാൽ കൊച്ചുമക്കൾ മുത്തശ്ശിക്കൊപ്പമാണ്. ആ കട്ടിലിനടിയിൽ കുറെ ചന്ദനത്തിരികൾ കത്തിച്ചു വച്ചതിന്റെ ബാക്കി ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. ദുർഗന്ധം പുറത്തേക്ക് പോകാതിരിക്കാനായിരിക്കണം അയാൾ അത് ചെയ്തത്. കട്ടിലിനടിയിൽ ആ പായ്ക്കെട്ട് കണ്ട് വീട്ടിലേക്കിറങ്ങിയ വഴിയിൽ സരസ്വതി ഒന്നുകൂടി ശ്രദ്ധിച്ചു. പലയിടത്തും രക്തത്തുള്ളികളുണ്ട്. മാത്രമല്ല കൊച്ചുമകൾ ഒരു കാര്യം കൂടി സരസ്വതിയോട് പറഞ്ഞു. അവിടെ സ്ത്രീകളുടേതെന്ന് തോന്നിക്കുന്ന ഒരു കെട്ട് മുടി കിടപ്പുണ്ട്. ആ പുരോഹിതൻ ഇതെല്ലാം കേട്ട് ഞെട്ടിയിരിക്കുകയാണ്. സ്വന്തം മരുമകനെ കുറിച്ചാണ് ഇവർ പറയുന്നത്. ആ കുട്ടി സ്വന്തം അച്ഛനെതിരെയാണ് പറയുന്നത്. എന്തിന് അവിശ്വസിക്കണം? (2025) ജൂൺ 15 ഞായറാഴ്ച, വെള്ളറട പോലീസ് സ്റ്റേഷൻ. പള്ളിയിലച്ഛന്റെ കോളാണ്. എല്ലാം കേട്ട ഉടനെ തന്നെ സ്റ്റേഷനിലെ പോലീസ് SI ഒരു കാര്യം ഉറപ്പിച്ചു. ഇത് അതുതന്നെ. ആ ഭാഗത്ത് വെച്ച് അപ്രത്യക്ഷയായ പ്രിയംവദ തന്നെ. അവർ ഉടൻ തന്നെ CIയെ കൂടി വിവരമറിയിച്ചു. വെള്ളറട CI വി പ്രസാദും SI അനിലും സ്ഥലത്തേക്ക് തിരിച്ചു. ആരാണ് വിനോദ്? അങ്ങോട്ടുള്ള യാത്രയിൽ തന്നെ ഒരേകദേശ ധാരണ പോലീസിന് ലഭിച്ചു. പ്രിയംവദയെ തിരയാൻ തങ്ങൾക്കൊപ്പം കൂടിയ നാട്ടുകാർക്കൊപ്പമുണ്ടായിരുന്നു അയാളും. ആദ്യ ദിവസം തന്നെ ഓരോ വീടും കയറിയിറങ്ങുമ്പോൾ, ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അയാളും ഉണ്ടായിരുന്നു. പക്ഷേ അയാളിലെ കൊലയാളിയെ മനസ്സിലായില്ലല്ലോ. പോലീസ് സ്വയം ചോദിച്ചു. (2025) ജൂൺ 15 വെള്ളറട മാവുവിള VS ഭവൻ, വിനോദിന്റെ വീട്. വിനോദിന്റെ വീടിന്റെ പരിസരത്താകെ പോലീസ് തെരഞ്ഞു. ആ രക്തക്കറകൾ അതെവിടെ? പോലീസ് അവിടെ എത്തുമ്പോഴും ആ ഭാഗത്തൊക്കെ പരിശോധനകൾ നടത്തുമ്പോഴും വിനോദ് അവിടെയുണ്ട്. വീടും പരിസരവുമൊക്കെ വൃത്തിയാക്കുകയായിരുന്നു അയാൾ. സഹോദരനും ഒപ്പമുണ്ടായിരുന്നു. പോലീസ് ഒരു കാര്യം ഉറപ്പിച്ചു. ആ മൃതദേഹം അവർ മാറ്റിയിരിക്കുന്നു. അത് മാറ്റി കഴുകി തെളിവുകൾ മായ്ക്കുകയാണ്. സരസ്വതി നൽകിയ വിവരത്തിലുള്ള രക്തക്കറ അതെവിടെ? അതായിരുന്നു പോലീസിന് ആദ്യം അറിയേണ്ടത്. ആ പരിസരം അരിച്ചുപെറുക്കിയിട്ടും പോലീസിന് സംശയാസ്പദമായി ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല. പരിസരം വൃത്തിയാക്കിയിട്ടുണ്ട്. വിനോദെ, പ്രിയംവദ തിരോധാന കേസുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ്. ഇവിടെയെല്ലാം പരിശോധിക്കണം. വിനോദ് അപ്പോഴും
അഭിനയിച്ചു തകർക്കുകയാണ്. വീടിനുള്ളിൽ കയറിയ പോലീസ് അവിടെ ആകെ തിരഞ്ഞു. വീടാകെ വൃത്തിയായി കഴുകിയിരിക്കുന്നു. ഒന്നുമില്ല, എല്ലാം അവർ മായ്ച്ചിരിക്കുന്നു. കട്ടിലിനടിയിൽ എന്തോ ഉണ്ടായിരുന്ന ലക്ഷണമുണ്ട്, പക്ഷേ മൃതദേഹമില്ല. വീടാകെ നിറഞ്ഞിരിക്കുന്നത് വല്ലാത്തൊരു ദുർഗന്ധം. ദുർഗന്ധത്തിനൊപ്പം സാമ്പ്രാണിപ്പുക, ചന്ദനത്തിരിയുടെ മണം, ആകെ ശ്വാസം മുട്ടുന്ന ഗന്ധം. ഒരു നിമിഷം ഉദ്യോഗസ്ഥർ വട്ടം കൂടി ആലോചിച്ചു. ഇനി എന്തു വേണം? അവർക്ക് ആ പ്ലാൻ ബി ഉണ്ടായിരുന്നു. അതിലേക്ക് കടക്കാം. അവർ വേഗം വിനോദിനെ സമീപിച്ചു. വിനോദേ, സഹോദരനെ കൂടി വിളിച്ചോ? നമുക്ക് സ്റ്റേഷനിലേക്ക് പോകാം. ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. വിനോദിനെയും സഹോദരൻ സന്തോഷിനെയും പോലീസ് വെള്ളറട സ്റ്റേഷനിലെത്തിച്ചു. പോലീസ് കസ്റ്റഡിയിൽ വിനോദിന്റെ അഭിനയം പൊളിഞ്ഞു. മൃതദേഹം കട്ടിലിനടിയിലുണ്ടായിരുന്നു. അതിന് സാക്ഷികളുണ്ട്. കാര്യം കൈവിട്ടാൽ പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. വിനോദിന് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞേക്ക്. പോലീസ് വിനോദിനെ ചോദ്യങ്ങൾ കൊണ്ട് ഞെരുക്കി, സാഹചര്യങ്ങൾ നിരത്തി സമ്മർദ്ദത്തിലാക്കി. സന്തോഷ് ഏതാണ്ട് പേടിച്ചു തുടങ്ങി. ഒടുവിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധം പോലീസ് ചോദ്യങ്ങൾ കുരുക്കി. ഒടുവിൽ വിനോദ് സമ്മതിച്ചു, പ്രിയംവദ ജീവനോടെ ഇല്ല. മൃതദേഹം കുഴിച്ചിട്ടു, തന്റെ വീടിനു പിന്നിൽ തന്നെ. വിനോദ് അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തി. കൊലപാതകത്തിന് പിന്നിലെ മോട്ടീവ് എന്താണ്? കശുവണ്ടി ഫാക്ടറിയിൽ നിന്ന് മടങ്ങിയ പ്രിയംവദയ്ക്ക് എന്തു സംഭവിച്ചു? ആ ടൈം ലൈനാണ് ഇനി ഇടമുറിയാതെ അറിയേണ്ടത്. ഒരു അത്യാവശ്യം വന്നപ്പോഴാണ് വിനോദ് പ്രിയംവദയുടെ പക്കൽ നിന്നും കുറച്ചു പണം കടം വാങ്ങിയത്. 11-ാം തീയതി വൈകിട്ട് വിനോദ് വീടിന്റെ അടുത്ത് നിൽക്കുമ്പോൾ പ്രിയംവദ ബസ് ഇറങ്ങി വരുന്നു. വിനോദിനെ കണ്ടതും പ്രിയംവദ പണം ആവശ്യപ്പെട്ടു. അത് നൽകാൻ പക്ഷേ ഒരു രക്ഷയുമില്ല എന്നായിരുന്നു വിനോദിന്റെ മറുപടി. ആ മറുപടി കേട്ട പ്രിയംവദ പെട്ടെന്ന് ക്ഷുഭിതയായി. നീ കളിക്കരുത്, പണം തന്നില്ലെങ്കിൽ കാര്യം വഷളാകും. വഴക്കിട്ടാണ് അവർ രണ്ടായി പിരിഞ്ഞത്. പക്ഷേ ആ അപമാനം, അത് വിനോദിന് താങ്ങാനായില്ല. അയാൾ പ്രിയംവദയെ പിന്തുടർന്നു. ഇരുട്ടായിരുന്നു ചുറ്റും. പ്രിയംവദ വിനോദിന്റെ വീടിനടുത്തെത്തിയതും അയാൾ വീണ്ടും അവരെ ചെറുത്തു നിന്നു. പണത്തിന്റെ കാര്യം കുറെ കൂടി വിശദമായി സംസാരിക്കണം. വീട്ടിലേക്ക് കയറൂ ചേച്ചി. വിനോദ് പ്രിയംവദയെ വീട്ടിലേക്ക് ക്ഷണിച്ചു. എല്ലാം അപ്പോൾ തന്നെ അയാൾ തീരുമാനിച്ചിരുന്നു. എന്നാൽ വീട്ടിലേക്ക് കയറാൻ പ്രിയംവദ തയ്യാറായില്ല. തർക്കത്തിനിടെ അയാൾ സർവ്വശക്തിയും എടുത്തടിച്ച അടിയിൽ പ്രിയംവദയുടെ ബോധം പോയി. നിലത്ത് വീണ പ്രിയംവദ അനങ്ങുന്നില്ല. അബോധാവസ്ഥയിലായ പ്രിയംവദയെ വിനോദ് വലിച്ചിഴച്ച് തന്റെ വീടിനകത്തേക്ക് കൊണ്ടുവന്നു. വെള്ളം തളിച്ച് ബോധം വന്ന ആ സ്ത്രീ കാണുന്നത് താൻ വിനോദിന്റെ വീട്ടിലാണ് എന്ന സത്യമാണ്. പ്രിയംവദ കണ്ണു തുറന്ന് കൈ മുറുക്കിയിടിച്ചു. അയാളുടെ ആളിക്കത്തുന്ന പക മുഴുവൻ ആ ശരീരത്തിൽ തീർത്തു. പ്രിയംവദയുടെ മൂക്കും വായും അയാൾ പൊത്തിപ്പിടിച്ചു. പ്രിയംവദയ്ക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങി. ഒന്ന് കരയാൻ പോലും സാധിക്കുന്നില്ല. ആ ജീവൻ ആ കൈകളിൽ കിടന്ന് പിടഞ്ഞവസാനിച്ചു. വിനോദ് സഹോദരൻ സന്തോഷിനെ വിളിച്ചു വരുത്തിയത് മൃതദേഹം എന്തു ചെയ്യണം എന്നറിയാനാണ്. സന്തോഷിന്റെ ഉപദേശത്തിലാണ് മൃതദേഹം കട്ടിലിനടിയിലേക്ക് മാറ്റിയത്. കുട്ടികൾ ആ കെട്ട് കണ്ടോ എന്ന സംശയത്തിലാണ് അയാൾ അത് കുഴിവെട്ടി മൂടാൻ തീരുമാനിച്ചത്. ജൂൺ 14 ശനിയാഴ്ച രാത്രി പ്രിയംവദയുടെ ശരീരം അവർ വീടിനു പിന്നിലെടുത്ത കുഴിയിൽ മൂടി. (2025) ജൂൺ 15 വിനോദിന്റെ വീട്. പോലീസ് പ്രതികളുമായി VS ഭവൻ എന്ന വിനോദിന്റെ വീട്ടുമുറ്റത്തേക്ക് മടങ്ങി വന്നു. വിനോദ് ചൂണ്ടിക്കാണിച്ച കുഴി പോലീസ് വെട്ടിത്തുറന്നു. അവിടെ അഴുകിയ നിലയിൽ പ്രിയംവദയുടെ മൃതദേഹം. (2025) ജൂൺ 16 വിനോദിന്റെ വീട്. തെളിവെടുപ്പിനായി പ്രതികളുമായി പോലീസ്
വിനോദിന്റെ വീടിന് മുന്നിലുണ്ടെന്നും ആ കൊലപാതകത്തിന്റെ വഴിയിലൂടെ വീണ്ടും കടന്നു പോകണം. മൃതദേഹത്തിലുണ്ടായിരുന്ന 3 പവനിൽ കൂടുതലുള്ള സ്വർണ്ണാഭരണങ്ങൾ കാണാനില്ല. അതായത് കേസ് കൊലപാതകവും മോഷണവുമായി. പ്രിയംവദയുടെ ശരീരത്തിൽ നിന്ന് അപഹരിച്ച സ്വർണം അയാൾ ഒരു സുഹൃത്ത് വഴി വിൽക്കാൻ നോക്കി. പോലീസ് തെളിവുകളെല്ലാം ശേഖരിച്ചു. ദൃക്സാക്ഷികളില്ല, പക്ഷേ ശാസ്ത്രീയമായ തെളിവുകൾ, മുടി, രക്തത്തുള്ളികളടക്കം ഫോറൻസിക് എവിഡൻസസ്. ശിക്ഷ ഉറപ്പെന്ന് പോലീസ്. ഇഴകീറിയെടുക്കുന്ന ഡിഫൻസ് ഉണ്ടാകുമോ വിനോദിന്? കാത്തിരിക്കാം. നാളെ മറ്റൊരു കേസുമായി വീണ്ടും. ഗുഡ് ബൈ.